അത് ഞാൻ ഇടത് നിരീക്ഷണത്തിലേക്ക് പോവുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ഇ.ടി. മുഹമ്മദ് ബഷീർ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 3,118,000 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അപ്പുറത്ത് സമദാനി പൊന്നാനിയിൽ നേടിയ വിജയവും ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കളും നേടിയിരിക്കുന്ന വിജയം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായത്തോടെയാണെന്നാണോ CPM കാണുന്നത്? സ്മൃതി, അതിൽ ഈ ഒരു പ്രശ്നം താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉള്ളത്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ NGO യൂണിയന്റെ സമ്മേളനത്തിലാണല്ലോ ഇപ്പോൾ ഇവിടെ വിഷ്വൽ കാണിച്ച പ്രസംഗം ഉണ്ടായത്. പക്ഷെ അതിന് മുൻപ് വേറൊരു സംഗതിയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഈ മാസം 15-ാം തീയതി ചന്ദ്രിക മുഖപത്രത്തിൽ, ലീഗിന്റെ മുഖപത്രത്തിൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം CPM-നെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടി പറയുന്ന രാഷ്ട്രീയ മറുപടിയാണ് പിണറായി വിജയൻ ഇന്നലെ നടത്തിയത് NGO യൂണിയന്റെ സമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ, ചന്ദ്രികയിലെ അഭിമുഖത്തിൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്, ഇവിടെ BJP ജയിക്കാൻ കാരണമായത് CPIM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അടിവരയിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. BJP തൃശ്ശൂർ ജയിച്ചത് CPIM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാട് കൊണ്ടാണെന്ന് പറയുന്നത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണ്ടേ? മറുപടി പറയാതെ പോയാൽ, അതും കോഴിക്കോട്ട് NGO യൂണിയന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുപടി പറയാതെ പോയാൽ അദ്ദേഹം CPM-ന്റെ രാഷ്ട്രീയ നേതാവായിരിക്കെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ എന്ത് CPIM നേതാവാണ് പിണറായി വിജയൻ? അതാണ് അദ്ദേഹം ചെയ്തത്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഇവിടെ കാണിച്ചല്ലോ ഒരു വിഷ്വല്. അത് റിപ്പോർട്ടറിന് തന്നെ തന്ന അഭിമുഖമാണ്, നൽകിയ അഭിമുഖമാണ്. ശ്രീജിത്താണ് അത് ചെയ്തത്. ശ്രീജിത്തിന് ചെയ്ത അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി എന്താണ് പറയുന്നത്? ആലപ്പുഴയിൽ കണിച്ചുകുളങ്ങര അദ്ദേഹത്തിന് വസതിയിലിരുന്ന് പറയുന്നത്, വസതിയിൽ നിന്ന് പറയുന്ന CPIM നടത്തുന്ന മുസ്ലിം പ്രകടനമാണ്. അതിൽ മനം മടുത്താണ് ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് ചെല്ലുന്നത് എന്ന് അതിന് തൊട്ട് മുൻപുള്ളൊരു ദിവസം യോഗനാഥത്തിൽ SNDP-യുടെ മുഖപത്രമാണല്ലോ ആ മാസിക, അതിൽ ലേഖനവും എഴുതി. ലേഖനമല്ല, എഡിറ്റോറിയൽ എഴുതി വെള്ളാപ്പള്ളി. അപ്പൊ ഇങ്ങനെ രണ്ട് സമുദായത്തിന്റെ രണ്ട് നേതാക്കൾ, പ്രധാനപ്പെട്ട 2 നേതാക്കൾ 2 തരത്തിൽ CPIM-നെ ക്രൂശിക്കുകയാണ്, വിമർശിക്കുകയാണ് ചെയ്യുന്നത്. മറ്റവർ മാത്രം പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ അവർക്ക് കൂടെ വേണ്ടി വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. ക്രൈസ്തവരോടുള്ള മുസ്ലിങ്ങളുടെ അഹങ്കാരം നടന്ന സമീപനമാണ് അവരെ CPM-നെതിരാക്കുന്നത്. മുസ്ലിങ്ങളോട് CPM-ന് വഴിവിട്ട പ്രകടനമുണ്ടല്ലോ, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കൂടി എതിരാവുന്നത്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ലീഗിന്റെ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പറയുക തന്നെ വേണം. നിങ്ങൾ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ മുഖം വികൃതമാകില്ലേ? ആണ് എന്ന് പുള്ളി സ്റ്റേറ്റ്മെന്റായിട്ട് പറയുകയല്ലോ ചെയ്തത്. ആകില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇതാണ് ആ പാർട്ടി നേതൃത്വത്തിനോട് പറഞ്ഞത്. അതിലെന്താണ് അപാകത? അതല്ലേ പറയേണ്ടത്? അടിസ്ഥാനരഹിതമായ ആരോപണം. പിന്നെ ഇപ്പോൾ PM സലാം എന്ന് പറയുന്ന കേട്ടല്ലോ, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? പിണറായി വിജയനെതിരെ ഭയങ്കരമായ ഈ വിമർശനങ്ങൾ അവിടെ അങ്ങ് ഉണ്ടായി. അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുത്തതുപോലെയാണല്ലോ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭൂമിയിൽ ശ്രീ M.E. ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിമുഖം അച്ചടിച്ചു വന്നിട്ടുണ്ട് പത്രത്തിൽ. അതിലാണ് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ PM സലാമിനെ പോലുള്ളതൊന്നും വായിച്ചു നോക്കില്ലേ? അപ്പോൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി എന്തും പറയാം എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാറുമ്പോൾ സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPIM-ന്റെ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുമെന്നേ മറുപടി. അത് പറഞ്ഞില്ലെങ്കിലാണ് വിമർശിക്കേണ്ടത് അദ്ദേഹത്തിനെ. നിങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കേണ്ടത് ആ സാഹചര്യത്തിലാണ്. അതാണ് ഞാൻ കാണുന്ന അക്കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയും മുഖ്യമന്ത്രി പറഞ്ഞതിലെ ശരിയും ആയി കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.